കെ ഫോൺ ആദ്യഘട്ടത്തിന്റെ 70% പൂർത്തിയായി. എല്ലാ സർക്കാർ ഓഫീസുകളിലേക്കും കെ ഫോൺ എന്ന ലക്ഷ്യം ഉടൻ പൂർത്തിയാകും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 5688 വീടുകളിലും കണക്ഷൻ ലഭ്യമാക്കി. ആദിവാസി മേഖലകളിൽ ഫൈബർ നെറ്റ്വർക്കിംഗ് കെ ഫോൺ കണക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കെ ഫോണിനെതിരായ പ്രചാരണങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ കണക്കുകൾ. സംസ്ഥാനത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിന്റെ ഭാഗമായാണ് കെ ഫോൺ പദ്ധതി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത 30,000 സർക്കാർ ഓഫീസുകളിൽ 21,167 കെ ഫോൺ സംവിധാനം നിലവിൽ വന്നുകഴിഞ്ഞു. അതായത് 70% പൂർത്തിയായി കഴിഞ്ഞു. ശേഷിക്കുന്ന 7,465 ഓഫീസുകളിൽ കണക്ഷൻ ലഭ്യമാക്കുന്നതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇവയെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററുമായി ബന്ധിപ്പിച്ച് ടെസ്റ്റിംഗും പൂർത്തിയായി കഴിഞ്ഞു. കണക്ഷൻ ലഭ്യമായ ഓഫീസുകളിൽ കെ ഫോൺ പ്രാഥമിക ഇന്റർനെറ്റ് കണക്ഷനായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം സർക്കാരും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 100 വീതം കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് നൽകുന്ന പദ്ധതിയിൽ ഇതിനോടകം 5,688 വീടുകളിലും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. 2023 ജൂൺ 5-നാണ് കെ ഫോൺ ആരംഭിച്ചത്. പ്രവർത്തനം തുടങ്ങി 9 മാസം കൊണ്ട് തന്നെ എടുത്തുപറയത്തക്ക നേട്ടങ്ങൾ കൈവരിക്കാൻ കെ ഫോൺ പദ്ധതിക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കെ ഫോണിന് ISPB NLD ലൈസൻസും IP1 സർട്ടിഫിക്കേഷനും ലഭിച്ചു കഴിഞ്ഞു. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററിൽ 20 Gbps കണക്ടിവിറ്റിയും ലഭ്യമാക്കി. കെ ഫോണിന്റെ വിവിധ സേവനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നതിനായി പ്രത്യേക വെബ്സൈറ്റും ഉപയോക്താക്കൾക്കായി പ്രത്യേക ആപ്പും ആരംഭിച്ചിട്ടുണ്ട്. ആദിവാസി മേഖലയിലും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും ഫൈബർ നെറ്റ്വർക്ക് നൽകുന്നതിന്റെ ഭാഗമായി കോട്ടൂർ മേഖലയിൽ ഫൈബർ നെറ്റ്വർക്ക് സ്ഥാപിച്ചു. ഈ മേഖലയിൽ വീടുകളിൽ കണക്ഷൻ നൽകുന്നതിനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരം സാഹചര്യത്തിലാണ് കെ ഫോൺ തകരുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ. ഈ കണക്കുകൾ വ്യാജ പ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയായി മാറുകയാണ്. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.